വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. നികുതി ചോർച്ച തടയുന്നതിനുള്ള നടപടികളായിരിക്കും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവതരിപ്പിക്കുന്ന ആദ്യ ബജറ്റിന്റെ മുഖ്യ സവിശേഷത. പുതുതായി അധികാരത്തിലേറിയ സർക്കാരിന്റെ തനത് ബജറ്റല്ല മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവതരിപ്പിക്കാൻ പോകുന്നത്. മുൻ സർക്കാർ അവതരിപ്പിച്ച് പാസാക്കിയ ബജറ്റ് പുതുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അധിക നികുതി ഏർപ്പെടുത്തുന്നതിന് പരിമിതിയുണ്ട്. പുതിയ നികുതി നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നാൽ നേരത്തെ പാസാക്കിയ ധനബിൽ ഭേദഗതി ചെയ്യേണ്ടി വരും. എന്നാൽ പ്രിയദർശിനി യാത്രാ സൗജന്യ പദ്ധതി ഉൾപ്പെടെയുള്ള ഇന്ദിരാ ഗ്യാരണ്ടികളും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കലും നടപ്പാക്കണമെങ്കിൽ വരുമാനം വർദ്ധിപ്പിച്ചേ തീരൂ. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ലഭിക്കാത്തതും പ്രതീക്ഷിച്ച വിഹിതം ധനക്കമ്മീഷനിൽ നിന്ന് ലഭിക്കാത്തതും മൂലമുള്ള ധനപ്രതിസന്ധി വേറെയുമുണ്ട്. ഒരുപാട് പരിമിതികൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇതൊരു റിവൈസ്ഡ് ബജറ്റാണിത്. റിവൈസ്ഡ് ബജറ്റ് 35,000 കോടി രൂപയുടെ പ്ലാൻ വെച്ചിട്ട് 20,500 കോടി ഇല്ല. ഞാൻ 20,500 കോടി ഉണ്ടാക്കേണ്ട ഇന്ദ്രജാലം കാണിക്കേണ്ട ജോലിയാണ് എനിക്കുള്ളത്. നികുതി ചോർച്ച അടച്ചുകൊണ്ട് വരുമാനം വർദ്ധിപ്പിക്കുന്നതിലാണ് ആദ്യ ബജറ്റിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ മുഖ്യ പരിഗണന. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഉന്നയിച്ച നികുതി ചോർച്ചാ മേഖലകളിൽ ശക്തമായ ഇടപെടൽ വരും. ഒപ്പം GST വകുപ്പിനെ പുനഃസംഘടിപ്പിച്ച് നികുതി പിരിവ് കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നടപടികളുണ്ടാകും. സ്വർണം, മദ്യനിർമ്മാണ മേഖല തുടങ്ങിയവയിൽ ശക്തമായ ഇടപെടലുണ്ടാകും. മോട്ടോർ വാഹന നികുതിയുടെ പകുതിയും കിഫ്ബിയിലേക്ക് പോകുന്ന രീതി അവസാനിപ്പിക്കും. ഇതിലൂടെ സർക്കാരിന്റെ ധനലഭ്യത കൂടുമെന്നാണ് വിലയിരുത്തൽ. കിഫ്ബിയുടെ ബാധ്യതകൾ സർക്കാർ ഏറ്റെടുക്കും. 16ാം ധനക്കമ്മീഷൻ നിശ്ചയിച്ച നികുതി വിഹിതം മുൻവർഷത്തേക്കാൾ കൂടിയതുകൊണ്ട് ആ ഇനത്തിൽ പണലഭ്യത വർദ്ധിക്കും. നികുതിയേതര വരുമാനം കൂട്ടാനുള്ള നടപടികളും ഇത്തവണത്തെ ബജറ്റിൽ പ്രതീക്ഷിക്കാം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.